ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള വാശിയേറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 7 മത്സരാർത്ഥികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ടോപ്പ് 5 ഉണ്ടായിരിക്കില്ല, ടോപ്പ് 7 ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഈ 7 മത്സരാർത്ഥികളിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ വോട്ട് ആ മത്സരാർത്ഥിക്ക് ലഭ്യമാകുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആര് വിജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നും കൂടെ ഈ വീഡിയോ ഡീറ്റെയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിലെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അനുമോൾ തന്നെയാണ് തുടരുന്നത്. ഇതാദ്യമായിട്ടാണ് അനുമോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര നേരം 1-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. നല്ലൊരു ലീഡ് ഉയർത്താൻ അനുമോളെ കൊണ്ട് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. 82,303 വോട്ടാണ് നേടിയിരിക്കുന്നത്. അനീഷുമായിട്ട് ഇപ്പോഴും ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പൊസിഷന് യാതൊരു സുരക്ഷയുമില്ല. ഇപ്പോൾ 82,303 വോട്ടോട് കൂടി 1-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 2-ാം പൊസിഷനിൽ അനീഷാണ് ഉള്ളത്. അനീഷ് ഇതുവരേക്കും 1-ാം പൊസിഷൻ പിടിച്ചെടുക്കാനായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് അനീഷ് ഒരു 2-ാം പൊസിഷനിൽ ഇത്ര നേരം നിലകൊള്ളുന്നത്. എന്നിരുന്നാൽ കൂടെ വരും മണിക്കൂറിൽ മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 80,998 വോട്ട് നേടി 2-ാം പൊസിഷനാണുള്ളത്. 3-ാം പൊസിഷനിൽ ഷാനവാസാണുള്ളത്. ഷാനവാസിന് കാര്യമായിട്ടോ ചെയ്യാനൊന്നുമില്ല. കാരണം 3-ാം പൊസിഷൻ കൊണ്ട് തൃപ്തി അടയേണ്ടി വരും. ഇപ്പോൾ 57,106 വോട്ടാണ് നേടിയിരിക്കുന്നത്. ഒരു ജേതാവാകാൻ തക്ക വിധത്തിലുള്ള വോട്ടിംഗ് പ്രകടനം ഇതുവരെയും വന്നിട്ടില്ല. 3-ാം പൊസിഷനാണുള്ളത്. 4-ാം പൊസിഷനിൽ നൂറ തന്നെയാണ് തുടരുന്നത്. നൂറയും ഷാനവാസും ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നൂറ 50,233 വോട്ട് നേടി 4-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5-ാം പൊസിഷനിൽ അക്ബർ തന്നെയാണ് തുടരുന്നത്. യാതൊരു മാറ്റവുമില്ലാണ്ട് തുടരുകയാണ്. ഇതാദ്യമായിട്ടാണ് 5-ാം പൊസിഷനിൽ കയറിയതിനു ശേഷം ഇതുവരെയും പിന്നിൽ പോകേണ്ട 46,102 വോട്ടിൻ്റെ ബലത്തിൽ 5-ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. 6-ാം പൊസിഷനിൽ നെവിനാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ഒരു വോട്ടിംഗ് പ്രകടനം ഇപ്പോൾ നെവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമായിട്ട് അക്ബറിനെ അട്ടിമറിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അക്ബറിൻ്റെ തൊട്ട് പിന്നിലായി 47,225 വോട്ടോട് കൂടി 6-ാം പൊസിഷനാണുള്ളത്. 7-ാം പൊസിഷനുള്ളത് ആദിലയാണ്. ടോപ്പ് 7-ലെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് ആദില. അതുകൊണ്ട് തന്നെ വളരെ വോട്ടിങ്ങും കുറവാണ്. 29,078 മാത്രം വോട്ട് നേടി 7-ാം പൊസിഷനാണുള്ളത്.